സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിൽ നമുക്ക് ഇന്ന് 13.7 എക്സസൈസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ റൈറ്റ് സർക്കുലർ കോൺ. കോണിന്റെ വോളിയം ആണ് കാണേണ്ടത്. റേഡിയസ് 6 സെന്റിമീറ്റർ, ഹൈറ്റ് 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ അതില് 1/3 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 22/7. ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 6 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ. അപ്പൊ 7 ക്യാൻസൽ ആയി, 6 ഇവിടെ 2 ക്യാൻസൽ ആയി. 44 ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 264. അപ്പൊ 264 സെന്റിമീറ്റർ ക്യൂബ് ആണ് കിട്ടുന്നത് വോളിയം. ഇനി അടുത്തത് അതിൽ സെക്കൻഡ് എന്ന് പറയുന്നത് റേഡിയസ് 3.5 സെന്റിമീറ്റർ ആയി, ഹൈറ്റ് 12 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 3.5 ഇൻറ്റു 3.5 ഇൻറ്റു 12 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് 3.5ഉം 7ഉം കൂടി 0.5 ക്യാൻസൽ ആയി. ഇവിടെ 3യും 12ഉം 4 ടൈംസ് ക്യാൻസൽ ആയി. അപ്പൊ 0.5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20. അപ്പൊ 20യിൽ പോയിന്റ് വരുമ്പോൾ 2 ആയി. 2 ഇൻറ്റു 22 44 ഇൻറ്റു 3.5 44 ഇൻറ്റു 35 എന്ന് പറയുന്നത് 20 22 12 1 3 1540. അപ്പൊ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോൾ 154 സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കപ്പാസിറ്റി ഇൻ ലിറ്റേഴ്സ് ഓഫ് എ കോണിക്കൽ വെസൽ വിത്ത്. അപ്പൊ ഇവിടെ ലിറ്റേഴ്സിലേക്ക് മാറ്റണം. അപ്പൊ കോണിക്കൽ വെസലിന്റെ റേഡിയസ് 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് 25 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. കപ്പാസിറ്റി ആണ് കാണേണ്ടത്. പക്ഷെ എച്ച് തന്നിട്ടില്ല. എച്ച് കാണണമെങ്കിൽ നമുക്കറിയാം റൂട്ട്, അതായത് എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. എൽ എത്രയാണ്? സ്ലാൻഡ് ആയിട്ടാണ് എൽ എന്ന് പറയുന്നത് 25 സ്ക്വയർ മൈനസ് റേഡിയസ് 7 സ്ക്വയർ. അപ്പൊ 25 ഇൻറ്റു 25 625 മൈനസ് 49 625 എന്ന് 49 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 6 11 7 576 ആണ് വരുന്നത്. 576 ആണ് എച്ച് സ്ക്വയർ. അപ്പൊ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 576 എന്ന് പറയുന്നത് 24 ആണ്. 24 ഇൻറ്റു 24 ആണ് 576. അപ്പൊ എച്ച് എന്ന് പറയുന്നത് 24 കിട്ടി. വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് 7 ഇൻറ്റു 7 ഇൻറ്റു 24. അപ്പൊ ഇവിടെ 8 3s are 24 ക്യാൻസൽ ആയി. 7 ക്യാൻസൽ ആയി. അപ്പോ 154 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 2 32 43 4 12 1232 ആണ് കിട്ടുന്നത്. 1232 സെന്റിമീറ്റർ ക്യൂബ് ആണുള്ളത്. അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1232 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ അവിടെ 3 പ്ലേസ് ഇങ്ങോട്ടേക്ക് മാറി 1.232 ലിറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത പാർട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ, സ്ലാൻഡ് ഹൈറ്റ് 13 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടില്ല. അപ്പൊ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. എൽ സ്ക്വയർ എന്ന് പറയുന്നത് 13 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 12 സ്ക്വയർ. അപ്പൊ 169 മൈനസ് 144 169 എന്ന് 144 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25 ആണ് വരുന്നത്. ആർ സ്ക്വയർ 25 ആണെങ്കിൽ ആർ ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ അതില് വോളിയം എന്ന് പറയുന്നത് വി ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് പൈ 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് നമുക്ക് 12 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാൻസൽ ആയി 4. ഇവിടെ 22 ഇൻറ്റു 4 എന്ന് പറയുന്നത് 88 ഇൻറ്റു 25 44 16 1 ഇവിടെ 2200 ഡിവൈഡ് ബൈ 7. ഇത് 3 സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അത് ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 0 ക്യാൻസൽ ആയി. 22/70 ആണുള്ളത്. 22/70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 11/35.
11/35 liters ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the height of a cone is 15 cm if its volume is 1570 centimeter cube. Find the radius of base. അവിടെ പൈയുടെ വാല്യൂ 3.14 തന്നിട്ടുണ്ട്. റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം എന്ന് പറയുന്നത് 1/3 pi r square h ആണ് കോണിന്റെ വോളിയം. അപ്പൊ 1/3 pi r square h ആണ്. ഇവിടെ നമുക്ക് എത്ര തന്നിട്ടുള്ളത് 1570. അപ്പൊ ഈ 3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. pi r square h is equal to 1570 into 3. നമുക്ക് r square ആണ് കണ്ടുപിടിക്കേണ്ടത്. r square equal to 1570 into 3 divide by pi h ആണ് വരിക. പൈയുടെ വാല്യൂ 3.14 into h എന്ന് പറയുന്നത് 15. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ആയി. ഇതിന് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3, 15, 1. അപ്പോൾ അവിടെ 5 ആവുമ്പോൾ 20യിൽ 4 ടൈംസ് 314 ഡിവൈഡ് ബൈ 3.14 ആണ് വരുന്നത്. അപ്പോൾ ഇത് പോയിന്റ് മാറാൻ വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 100 ആണ്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ് കിട്ടുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. അപ്പോൾ ആറാണ് അതിൽ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് 9 സെന്റിമീറ്റർ ഈസ് 48 pi സെന്റിമീറ്റർ ക്യൂബ്, ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് ബേസ്. ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ വോളിയം 48 pi സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ റേഡിയസ് കണ്ടുപിടിച്ചിട്ട് ഡബിൾ ചെയ്താൽ മതി. അപ്പം 1/3 pi r square h is equal to 48 pi എന്നാണ് ഉള്ളത്. അപ്പൊ പൈ ഇവിടെ നമുക്ക് ക്യാൻസൽ ആയി പോയി. h എത്രയാണ് 9. r square ഇൻറ്റു അതായത് ഡിവൈഡ് ബൈ 3 ഇൻറ്റു 9 ഈക്വൽ ടു 48 ആണ് വരുന്നത്. ഇവിടെ ക്യാൻസൽ ആയി. അപ്പൊ r square ഈക്വൽ ടു 48/3. 48/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 18ൽ 6. r square equal to 16, r equal to 4 എന്ന് കിട്ടി. r 4 കിട്ടിയാൽ therefore diameter equal to 4 into 2 equal to 8 centimeter. അപ്പോൾ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. അപ്പോൾ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ, എ കോണിക്കൽ പിറ്റ് ഓഫ് ടോപ്പ് ഡയമീറ്റർ 3.5 മീറ്റർ ഈസ് 12 മീറ്റർ ഡീപ്. വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ഇൻ കിലോ ലിറ്റേഴ്സിലാണ് വേണ്ടത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 1/3 pi r square h ആണ്. അവിടെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. റേഡിയസ് എന്ന് പറയുന്നത് 3.5/2. വോളിയം ഈക്വൽ ടു 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 3.5/2 ഇൻറ്റു 3.5/2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 12. അപ്പോൾ 2, 2, 4ഉം 12ഉം ക്യാൻസൽ ആയി 3. ഇവിടെ 7.5 3 ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ 22 into 0.5 22 into 5 എന്ന് പറഞ്ഞാൽ 110. അപ്പോൾ 11 into 3.5 11 into 3.5 എന്ന് പറയുമ്പോൾ ഇവിടെ 5 3 5 3 385 അതായത് 38.5 മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. നമുക്ക് കിലോ ലിറ്ററിലാണ് വേണ്ടത്. അപ്പോൾ 38.5 into 1000 ചെയ്യാം. 1000 ചെയ്യുമ്പോൾ നമുക്ക് 38520 ഇത്രയും ലിറ്റർ വരും. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് 9856 സെന്റിമീറ്റർ ക്യൂബ്. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ ബേസ് ഈസ് 28 സെന്റിമീറ്റർ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ, സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ, കർവ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കണം. എന്താണ് തന്നിട്ടുള്ളത്? വോളിയം തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് 28/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 എന്ന് കിട്ടി. റേഡിയസ് 14. ഹൈറ്റ് കാണാൻ വേണ്ടി 1/3 pi r square h ഈക്വൽ ടു 9856 എന്നുണ്ട്. ഇവിടെ pi r square h നമുക്ക് 3 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9856 into 3 എന്ന് വന്നു. h എന്ന് പറയുന്നത് 9856 into 3 ഡിവൈഡ് ബൈ pi r square എന്ന് വരും. പൈ എന്ന് പറയുന്നത് 22/7 into r square എന്ന് പറയുന്നത് 14 into 40. അപ്പോൾ ഇവിടെ 7ഉം 14ഉം ക്യാൻസൽ ആയി 2 ഉണ്ട്. ഇനി ഈ 2 ഇതിനെ കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 9 2 8 എന്ന് വന്നു. ഇനി ഇതിനെ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 4 6 4 എന്ന് വരും. 2464 2464. ഇതിൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 7 ആയി. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1232 എന്ന് കിട്ടും. 1232ന് നമുക്ക് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1232 എന്ന് പറയുന്നത് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 2 112 എന്നാണ് വരുന്നത്.
അപ്പോൾ 112 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 7 ആണ് വരുന്നത്. 112 എന്ന് പറയുന്നത് 7 കൊണ്ട് ക്യാൻസൽ ആവുമോ? 7 കൊണ്ടാവുമ്പോൾ 1 7 42 എന്ന് പറയുമ്പോൾ 6 16. അപ്പോൾ 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ 16 വന്നു. 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 48 കിട്ടി. എച്ച് 48 കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് L ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എത്രയാണ്? ആർ 14 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 48 സ്ക്വയർ. അപ്പോൾ 196 പ്ലസ് 48 ഇൻറ്റു 48 ഇൻറ്റു 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 6 32 പ്ലസ് 6 38 32 3 19 2304 ആണ് വരുന്നത്. 2304ഉം 196ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2500 ആണ് വരുന്നത്. 2500 എന്ന് പറയുമ്പോൾ L ഈക്വൽ ടു എത്രയാണ്? 50 വരും. 5 5s are 25, 2 0 എന്ന് 1 0. അപ്പൊ L ഈക്വൽ ടു 50 സെന്റിമീറ്റർ എന്ന് കിട്ടി. L 50 സെന്റിമീറ്റർ കിട്ടിയാൽ ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? CSA എന്താണ്? കോണിന്റെ CSA എന്ന് പറയുന്നത് πRL ആണ്. അപ്പൊ ആ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. πRL CSA ഈക്വൽ ടു πRL. അപ്പൊ ഇവിടെ 22/7 ഇൻറ്റു R എന്ന് പറയുന്നത് 14 ഇൻറ്റു L എന്ന് പറയുന്നത് 50. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആയി. 44 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220. അപ്പോൾ 2200 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ 7th ക്വസ്റ്റ്യൻ. എ റൈറ്റ് ട്രയാങ്കിൾ ABC വിത്ത് സൈഡ്സ് 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ഈസ് റിവോൾവ് അബൌട്ട് ദ സൈഡ്. അതായത് സൈഡ് 12 സെന്റിമീറ്ററിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് സോ ഒബ്റ്റെയിൻ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ABC. കാരണം AC ഹൈപ്പോട്ടന്യൂസ് സൈഡ് 13, ഇത് 12, ഇത് 5 സെന്റിമീറ്റർ ഇങ്ങനെയാണുള്ളത്. അപ്പൊ 12ന്റെ സൈഡിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു സോളിഡ് കോണ് പോലെയാവുമ്പോൾ അതാണ് റിവോൾവ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗം. അപ്പൊ കോണ് പോലെയായപ്പോൾ ഈ കോണിന്റെ വോളിയം കാണാനാണ് പറയുന്നത്. വോളിയം ഈക്വൽ ടു 1/3 πr²h. ഇവിടെ നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കണ്ട, കാരണം അടുത്ത ക്വസ്റ്റ്യൻ ഇത് രണ്ടിന്റെ റേഷ്യോ ആണ് പറയുന്നത്. അപ്പോൾ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ. 5 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 12. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും ക്യാൻസലായി. 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ 8th in triangle ABC questions above is revolved about the side 5 cm, then find the volume of the solid so obtained. Find also the ratio of the volume of the two solids obtained. Question 7 and 8. അതിന്റെ രണ്ടിന്റെയും വോളിയത്തിന്റെ റേഷ്യോ കാണാനാണ് പറയുന്നത്. ഇവിടെ 5 സെന്റിമീറ്ററിന്റെ സൈഡിൽ കൂടെ ഇവിടെയാണ് നമ്മുടെ 5 സെന്റിമീറ്റർ. അപ്പൊ 5 സെന്റിമീറ്ററിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇപ്പുറത്ത് വരും. അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 13 തന്നെ വരും, ഇവിടെ 12, ഇപ്പുറത്ത് 12. അപ്പൊ ഇവിടെ നമുക്ക് എന്തായി? അതിന് സോളിഡ് ഉണ്ടായത് കോണ് തന്നെ. അപ്പൊ അതിന്റെ റേഡിയസ് മാറി, ഹൈറ്റും മാറി. റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 എന്ന് വന്നു, ഹൈറ്റ് 5 സെന്റിമീറ്റർ ആയി. അപ്പോ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ഇൻറ്റു ഇവിടെ ആർ എന്ന് പറയുന്നത് 12 ആണ്. 12 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 5. അപ്പൊ ഇവിടെ ക്യാൻസൽ ആവുമ്പോൾ 4 ആയി. 4 20 12 ഇൻറ്റു 20 എന്ന് പറയുന്നത് 240. അപ്പൊ 240 പൈ ആണ് കിട്ടുന്നത്. 240 പൈ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ 2ന്റെ 7ലും 8ലും ക്വസ്റ്റ്യൻ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പൊ 100 പൈ ഡിവൈഡ് ബൈ 240 പൈ ആണ് വരുന്നത്. അപ്പൊ പൈ ക്യാൻസൽ ആയി, 0 ക്യാൻസൽ ആയി. 10/24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 5/24 5/12. അതാണ് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 5:12 എന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹീപ്പ് ഓഫ് വീറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് കോൺ. കോണിന്റെ ഫോമിലാണ് ഉള്ളത് വീറ്റ്. അവിടെ ഹൂസ് ഡയമീറ്റർ ഈസ് 10.5 മീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 3 മീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ആദ്യം വോളിയം കാണാൻ പറയുന്നുണ്ട്. പിന്നെ ദ ഹീപ്പ് ഈസ് ടു ബി കവേർഡ് ബൈ ക്യാൻവാസ്.
ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം റെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് കൊണ്ട് കവർ ചെയ്യുന്നു. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ക്യാൻവാസ്. അതായത് കോണിന്റെ ഷേപ്പിലാണ് ഉള്ളത്. അപ്പൊ ഏരിയ ഓഫ് ക്യാൻവാസ് വേണ്ടത് ഇത്രയും ഭാഗത്തേക്ക് മാത്രം. നമ്മൾ കോണിന്റെ ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ അത്രയും ക്യാൻവാസ് ആണ് വേണ്ടത്. അപ്പൊ അതിൻ്റെ CSA കണ്ടുപിടിച്ചാൽ മതി. ക്യാൻവാസിന്റെ ഏരിയ എന്ന് പറയുന്നത് CSA കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി റേഡിയസ് എന്ന് പറയുന്നത് 10.5/2 ആണ് വരിക. അപ്പോൾ വോളിയം ഈക്വൽ ടു 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 10.5/2 ഇൻറ്റു 10.5/2 ഇൻറ്റു h എന്ന് പറയുന്നത് 3. അപ്പോൾ 3 ക്യാൻസലായി. 7 10.5 എത്ര ടൈംസ് പോകും? 0.5 1.5 എന്ന് വരും. അപ്പോൾ ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 11. അപ്പോൾ അത്രയും ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ 1.15 ഇൻറ്റു 11 എന്ന് പറയുന്നത് 5 1. അപ്പോൾ 165 എന്ന് വന്നു. 165 ഇനി എത്രയാണ്? 105 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 105 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 5s are 25 32 3 8 0 5 6 1. അപ്പോൾ 5 2 13 7 1 17 എത്ര പോയിന്റ് ആണ്? 2 പ്ലേസ് ആയിട്ട് 173.25 ഡിവൈഡ് ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ 8 4 6 ആയി. ഇനി 1 റിമൈൻഡർ 12 ആവുമ്പോൾ 6 2 5. അപ്പോൾ 86.625 സെന്റിമീറ്റർ ക്യൂബ് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി CSA നമുക്ക് ആ ക്യാൻവാസിന്റെ CSA കാണണം. CSA എന്ന് പറയുന്നത് πr/L ആണ്. ഇവിടെ L തന്നിട്ടില്ല. അപ്പൊ ആദ്യം L കണ്ടുപിടിക്കുക. L എന്ന് പറയുന്നത് √r² പ്ലസ് h² ആണ്. r² എന്ന് പറയുന്നത് 5.25 സ്ക്വയർ ഇൻറ്റു h എന്ന് പറയുന്നത് 3². അപ്പോൾ 525 ഇൻറ്റു 525 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 12 1 26 1 5 10 5 2 6 2. 5 2 16 1 5 7 2 2 7 5 6 √27565 അപ്പോൾ 4 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ചെയ്യുക. 27.5625 ഡി പ്ലസ് 9 ആണ് വരുന്നത്. അപ്പോൾ അത് എത്ര വരിക? 36.5625 എന്ന് വരും. അപ്പൊ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഏകദേശം 6 സംതിങ് വരും. 6 L കണ്ടുപിടിക്കുക. 6.05. അപ്പോ CSA ഇവിടെ നമുക്ക് L എന്ന് പറയുന്നത് 6.05 മീറ്റർ ആണ് വരിക. ഇത്രയും മീറ്ററിന് കിട്ടി. ഇനി CSA എന്ന് പറയുന്നത് πr/L ആണ്. πr/L. അപ്പോൾ 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് എത്രയാണ്? 5.25. ഇല്ലെങ്കിൽ 10.5/2 എന്ന് തന്നെ എഴുതിയാൽ നമുക്ക് അവിടെ ക്യാൻസൽ ആയി പോകും. 10.5/2 ഇൻറ്റു L എന്ന് പറയുന്നത് 6.05. അപ്പോൾ ഇവിടെ 2 ഇത് ക്യാൻസൽ ആയി. ഇത് 1.5 ക്യാൻസൽ ആയി. അപ്പം ഇനി ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഇൻറ്റു 11 എന്ന് പറയുന്നത് 5 1 165. 165നെ 605 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 605 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 32 3 8 0 33 39 3 9. അപ്പോൾ 5 2 8 9 9 99825 ആണ് വരുന്നത്. എത്ര പ്ലേസ് കഴിഞ്ഞാൽ പോയിന്റ് വേണ്ടത് നോക്കുക? 1 2 3. അപ്പോൾ 99.825 ഇവിടെ മീറ്റർ സ്ക്വയർ ആണ്. കാരണം നമ്മൾ CSA ആണ് കണ്ടുപിടിക്കുന്ന ഏരിയ. അപ്പോൾ അതിന്റെ യൂണിറ്റ് എഴുതുക. അപ്പോൾ ആ എക്സസൈസ് കഴിഞ്ഞു. ഇത് ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.